എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിം വർഗീസ്, ഇതിനോടൊപ്പം ഉള്ളത് സാജൻ സൂര്യ ധന്യാണ്. നമസ്കാരം. നമസ്കാരം. സാജൻ സൂര്യ എന്തുകൊണ്ട് ബിഗ് ബോസിൽ പോകുന്നില്ല? ഞങ്ങളൊരു കൂലങ്കഷമായ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ആ ഡിസ്കഷൻ്റെ അവസാനം എൻ്റെ വൈഫ് പറഞ്ഞത്, എനിക്ക് ഒട്ടും വിശ്വാസമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ബിഗ് ബോസിൽ പോകണമെന്നാണ്. വിശ്വാസമില്ലായ്മ നമ്മൾ കാണുന്ന സാജൻ സൂര്യ അല്ലേ? ഇപ്പം നമ്മളിപ്പോൾ അഭിനയിച്ച് ഒരു 2 ദിവസം 3 ദിവസം നിൽക്കും, നമ്മുടെ റിയൽ സ്വഭാവം പുറത്തു വരുമോ? ഇന്നും സീരിയലിലാണെങ്കിലും ബിഗ് ബോസിൽ കയറുന്ന ആർട്ടിസ്റ്റുകൾ ചിന്തിക്കുന്ന ഒരു കാര്യം, സിനിമകൾ എന്നെ തേടി വരും. കറക്റ്റ്. ശരിക്കും ഒരിക്കലും അതൊരു ബിഗ് ബോസ് പ്ലാറ്റ്ഫോം സിനിമയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലുണ്ടോ? 20 പേര് നമ്മൾ കൊണ്ടിട്ടിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ മൈൻഡ് സെറ്റ് എന്താണ്? 20 ശത്രുക്കളാണ്. അതായത് എന്നെ വെട്ടാൻ നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരെയും കാണുമ്പോൾ ഇവൻ എന്നോട് സംസാരിക്കുന്നത് ഗെയിമാണോ യാഥാർത്ഥ്യമാണോ? ഈ മൈൻഡ് സെറ്റിൽ എങ്ങനെ 100 ദിവസം നിൽക്കും? അപ്പം ഞാൻ അവരോട് എടുത്ത് ചോദിക്കേണ്ടത്, ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഇനി വർക്ക് കിട്ടാതിരിക്കുക? അങ്ങനെയൊന്നും ഇല്ല, അവർ വിളിക്കുന്നവർ അങ്ങനെയെല്ലാം പറയുള്ളൂ. അപ്പം ഞാൻ ചോദിക്കുന്നത് 2 ആഴ്ച കഴിയുമ്പോൾ ഞാൻ വീട്ടിൽ തിരിച്ചു പോരോ? ഇതെങ്ങനെ എന്ന് പോരുമായിരിക്കും തിരിച്ച്? അത് പറയാൻ പറ്റില്ല. 2 ആഴ്ചത്തെ ഡ്രസ്സ് എടുത്തോ? അപ്പം എനിക്ക് മനസ്സിലായി 2 ആഴ്ചയാണ് അവരുടെ മനസ്സിൽ മാക്സിമം. ബിഗ് ബോസിന് ശേഷം നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണ്? നല്ല കഥാപാത്രങ്ങൾ. എനിക്ക് പിന്നെ നെഗറ്റീവ് ഒക്കെ വിളിച്ചു തുടങ്ങി. ഒരു കാര്യമില്ലാണ്ട് എവിടെ പോകണം, അങ്ങോട്ട് പോയാൽ കുഴപ്പം, നീ ആരുടെ ചോദിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഉള്ള വഴക്ക്. അപ്പോൾ എന്തിനാണോ ഇപ്രാവശ്യത്തെ ആളുകളെല്ലാം അത്തരത്തിലുള്ള ആളുകളായിട്ട് എനിക്ക് തോന്നുന്നു. മുമ്പും ഇങ്ങനെ ആയിരുന്നു എന്ന് എനിക്ക് അറിയില്ല. ഈ സ്വാഭാവികമായിട്ട് ബിഗ് ബോസ് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കാണെങ്കിൽ പോലും തോന്നുന്നു 2 എണ്ണം പൊട്ടിക്കേണ്ടതായിരുന്നു. നിങ്ങൾ അകത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എന്തുവാണ്? ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് അല്ല, പക്ഷെ എഡിറ്റിംഗ് ഉണ്ട്. ആണ്. ഞാൻ കേട്ട സാജൻ സൂര്യ വയൽക്കാടി പോവാണെങ്കിൽ പെർ ഡേ 2 ലക്ഷം രൂപ മേടിക്കുമായിരുന്നു. കിട്ടും. അതാ ഞാൻ സാജൻ സൂര്യയെ പറ്റി കേട്ടിട്ടുള്ളതേ. ഒരാൾക്ക് ഇത്ര ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനുണ്ടോ എന്ന് ചോദിച്ചാൽ വേറെ ഇല്ലെന്നാണ് പറയുന്നത്. എൻ്റെ ഭാര്യ മാത്രമേ പറയുന്നില്ല.